ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷം കൃഷിയിൽ നിന്ന് അകന്നിരുന്നിട്ടും അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞ കൃഷ് അതിന് അർഹനല്ല. അതുകൊണ്ടാണ് ഞാൻ ദീദിയോട് കള്ളം പറഞ്ഞത്. കൃഷ് സിംഗപ്പൂരിലല്ല, ജയിലിലാണെന്ന കാര്യം ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചു. പിന്നെ ആ സിംഗപ്പൂർ കമ്പനിയോ, അത് ഞാൻ മനഃപൂർവ്വം നഷ്ടത്തിലാക്കി. കാരണം ഇയാൾ അവിടെ ഉണ്ടായിരുന്നാലും കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇയാളെപ്പോലെ ഒരു വിലയില്ലാത്ത ആളിന് നമ്മുടെ കമ്പനിയുടെ 1% ഷെയർ പോലും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊള്ളാം, നല്ല പ്ലാനാ. അപ്പൊ പാവം ജീജു കൃഷ് പൂർണ്ണമായി കുടുങ്ങിയല്ലോ. പാവോ? ഇയാളോ? ഇയാൾക്ക് കിട്ടേണ്ടതിലും അധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. പിന്നെ അനുഷ്കയ്ക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയണം അനുഷ്ക. കഴിഞ്ഞ 3 വർഷമായി ഞാൻ സിംഗപ്പൂരിലല്ല, ജയിലിലായിരുന്നു എന്ന കാര്യം നിനക്ക് ശരിക്കും അറിയില്ലായിരുന്നോ? ജയിലിലായിരുന്നോ? നമ്മൾ ഭർത്താവും ഭാര്യയുമല്ലേ, സന്തോഷവും ദുഃഖവും പങ്കിടേണ്ടവരാണ്. എന്നിട്ടും നിനക്കത് അറിയില്ലേ? പറയാ അനുഷ്ക.